ശിവഗിരി തീർത്ഥാടന കാലത്തിന് തുടക്കമായി. തീർത്ഥാടന ദിനങ്ങളിലെ തിരക്ക് ഒഴിവാക്കി തീർത്ഥാടകർക്ക് സൌകര്യപൂർവ്വം പ്രാർത്ഥനയും ഗുരുപൂജയും നടത്താൻ വേണ്ടിയാണ് തീർത്ഥാടന പരിപാടികൾ ഇക്കുറി നേരത്തെ തുടങ്ങിയത്. ജനുവരി 5 വരെ നീളുന്ന ശിവഗിരി തീർത്ഥാടന കാലത്തിന് തുടക്കം. തീർത്ഥാടന ദിനങ്ങളിലെ തിരക്കൊഴിവാക്കി തീർത്ഥാടകർക്ക് സൌകര്യപൂർവ്വം പ്രാർത്ഥനയും ഗുരുപൂജയും നടത്താൻ വേണ്ടിയാണ് തീർത്ഥാടന പരിപാടികൾ നേരത്തെ തുടങ്ങുന്നത്. 29 വരെ പ്രഭാഷണങ്ങളും വിശേഷ സമ്മേളനങ്ങളും ഉണ്ടാകും. തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഡിസംബർ 31 തമിഴ് കർണാടക സമ്മേളനം നടക്കും. കേരളം കഴിഞ്ഞാൽ ഗുരു സാമൂഹിക സേവനം നടത്തിയ സംസ്ഥാനങ്ങളാണ് കർണാടകവും തമിഴ്നാടും. തമിഴ്നാട്ടിലെ ഇല്ലത്ത് പിള്ളമാർ എന്ന സമൂഹവും കർണാടകയിലെ ബില്ലവ സമുദായവും ശ്രീനാരായണ ഗുരുവിനെ ആസ്ഥാന ഗുരുവായി കാണുന്നവരാണ്. 31 നടക്കുന്ന സമ്മേളനത്തിൽ ഇല്ലത്ത് പിള്ളമാർ ഭാരവാഹികളും ബില്ലവ സമുദായ നേതാക്കളും പങ്കെടുക്കും. 91ാമത് തീർത്ഥാടനത്തോടനുബന്ധിച്ച് പുതിയ ഒരു ഉപാസനാ സമ്പ്രദായം ശിവഗിരി മഠം രൂപവൽക്കരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ദിവസവും രാവിലെ 6 മുതൽ 6:30 മണി വരെ ജപം, പ്രാർത്ഥന, ധ്യാനം എന്നിവ ഗുരുഭക്തർ അനുഷ്ഠിക്കണം. ഗുരുധർമ്മ പ്രചരണ സഭയുടെ യൂണിറ്റുകൾ ഉൾപ്പെടെ ഇത് നടപ്പാക്കും. അതായത് ഗുരുധർമ്മ പ്രചരണ സഭയുടെ നേതൃത്വത്തിൽ പുതിയ ഒരു ആചാര അനുഷ്ഠാന പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അത് ഗുരുദേവൻ ജനിച്ച സമയമായി തീരുമാനിച്ചിട്ടുള്ളത് പ്രഭാതത്തിൽ രാവിലെ 6:15 6 മണി മുതൽ 6:30 മണി വരെയുള്ള അരമണിക്കൂർ നേരം അധ്യാത്മ സാധനയായി ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ ഭക്തന്മാർ പ്രാർത്ഥനയും ജപവും ധ്യാനവും നടത്തണം. ശിവഗിരി മഠത്തിന്റെ ഒരു പുതിയ തീരുമാനമാണ്. എല്ലാ ദിവസവും ഗുരുഭക്തന്മാർ രാവിലെ എഴുന്നേറ്റ് കുടിയും കഴിഞ്ഞ് രാവിലെ 6 മണി മുതൽ 6:30 മണി വരെ പ്രാർത്ഥനയിലും ജപത്തിലും ധ്യാനത്തിലും മുഴുകണം. അങ്ങനെ അധ്യാത്മ സാധനയിലേക്ക്, ആചാര അനുഷ്ഠാന പദ്ധതിയിലേക്ക് പ്രവേശിക്കുന്ന വളരെ വിശുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. യേശു ന്യൂസ് വർക്കല.